Hi dear students, welcome to the new session of Business Management. Business Managementൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്നുള്ളതും അതുപോലെ തന്നെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സുമാണ് അല്ലേ. FW ടൈലറാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റിലൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം ഏതൊരു ജോബും ചെയ്യാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ചീപ്പായിട്ടുള്ള മെത്തേഡ് ഏത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുകയും അത് എഫിഷ്യൻ്റ് ആയിട്ട് എങ്ങനെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാമെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് FW ടൈലർ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഏതാനും ചില പ്രിൻസിപ്പിൾസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് പ്രിൻസിപ്പിളായിട്ട് പറയുന്നത് റീപ്ലേസ്മെൻറ്റ് ഓഫ് ഓൾഡ് റൂൾ ഓഫ് തമ്പ് മെത്തേഡ് എന്നുള്ളതാണ്. അതായത് ഓൾഡ് റൂളായിട്ടുള്ള തമ്പ് മെത്തേഡിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ സയൻറ്റിഫിക് മെത്തേഡ്സ് അപ്ലൈ ചെയ്യുന്നു, സയൻറ്റിഫിക് മെത്തേഡ്സുകൾ അഡോപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ പ്രിൻസിപ്പിളായിട്ട് പറയുന്നത്. അപ്പോൾ എന്താണ് ഓൾഡ് റൂൾ ഓഫ് തമ്പ് മെത്തേഡ്? അത് നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾഡ് റൂൾ ഓഫ് തമ്പ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജേഴ്സ് അവരുടെ എക്സ്പീരിയൻസിൻ്റെ ബേസിലും അവരുടെ അസംഷൻസിൻ്റെ ബേസിലും യാതൊരുവിധ സയൻറ്റിഫിക് ടെസ്റ്റിങ്ങുകളൊന്നും ഇല്ലാതെ തന്നെ അവരെന്ത് ചെയ്യുന്നു, ചില മെത്തേഡുകൾ അഡോപ്റ്റ് ചെയ്യുന്നു. അത്തരത്തിലുള്ള ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഓൾഡ് റൂൾ ഓഫ് തമ്പ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് മാനേജേഴ്സ് യാതൊരുവിധ ടെസ്റ്റുകളും ഇല്ലാതെ അല്ലെങ്കിൽ യാതൊരുവിധ ഗ്യാരണ്ടിയും നൽകാതെ അവരുടെ എക്സ്പീരിയൻസിൻ്റെയും അവരുടെ ഒബ്സർവേഷൻ്റെയും അല്ലെങ്കിൽ അവരുടെ അസംഷൻസിൻ്റെ ഒക്കെ ബേസിൽ അവർ ചില കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ചില മെത്തേഡുകൾ അവർ അഡോപ്റ്റ് ചെയ്യുന്നു. അത്തരത്തിലുള്ള മെത്തേഡുകളെയാണ് നമ്മളിവിടെ ഓൾഡ് റൂൾ ഓഫ് തമ്പ് മെത്തേഡ് എന്ന് പറയുന്നത്. ആ മെത്തേഡിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്തിട്ട് സയൻറ്റിഫിക് മെത്തേഡുകൾ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് ഒന്നാമത്തെ ഈ പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് ഈസ് പോസിബിൾ ബൈ അനലൈസിംഗ് ദ വർക്ക് അസൈൻഡ് ടു ഈച്ച് എംപ്ലോയി ആൻഡ് ടു ഡിറ്റർമൈൻ ദ ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ വർക്ക് സോ ആസ് ടു ഡെവലപ്പ് ദ ബെസ്റ്റ് വേ ഓഫ് ഡൂയിങ് ഇറ്റ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മളൊരു കെയർഫുൾ ആയിട്ടുള്ള സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ എംപ്ലോയീസിനും ഓരോ കൃത്യമായിട്ടുള്ള ജോബുകൾ അസൈൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്കത് അനലൈസ് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഓരോ ജോബും കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടൈം എത്ര എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കുന്നു. അതിലൂടെ നമുക്ക് ഒരു ജോലി ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വഴി ഏതാണ്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് FW ടൈലർ പറയുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സയൻറ്റിഫിക് അപ്രോച്ചിലൂടെ മാത്രമാണ് നമുക്ക് ഹയർ എഫിഷ്യൻസി എത്താൻ കഴിയുള്ളൂ അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഓൾഡ് റൂൾ ഓഫ് തമ്പിന് പകരം സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യണം. അതിലൂടെ ആയിരിക്കണം മെത്തേഡുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്, ഓരോ ജോബും ചെയ്യേണ്ട രീതികളെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹം ഇവിടെ അഭിപ്രായപ്പെടുന്നത്. ദസ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഓൾഡ് റൂൾ ഓഫ് തമ്പ് methods to the modern scientific methods is one of the most important element of scientific management. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലമെൻ്റായിട്ട് പറയുന്നത് ഈ ഒരു പ്രിൻസിപ്പിളാണ്. ഓക്കെ, എന്ത് ചെയ്യുക, ഓൾഡ് റൂൾ ഓഫ് തമ്പ് മെത്തേഡിന് പകരം സയൻറ്റിഫിക് മെത്തേഡുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിളായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളായിട്ട് പറയുന്നത്. ദെൻ രണ്ടാമതായിട്ട് പറയുന്ന സയൻറ്റിഫിക് സെലക്ഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് വർക്കേഴ്സ് എന്നുള്ളതാണ്. അതായത് നമ്മൾ എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത്, റിക്രൂട്ട് ചെയ്യുന്ന സമയത്തെല്ലാം അവരെ സയൻറ്റിഫിക്കലി ടെസ്റ്റ് ചെയ്തിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, അവരെ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. The procedure for selection of workers should be designed scientifically. The errors committed at the time of selection may prove to be very costly later on. അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എറർ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രോപ്പറായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ജോലി ചെയ്യാൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരാളെ അല്ല നമ്മൾ സെലക്ട് ചെയ്യുന്നത് എങ്കിൽ അത് ഫ്യൂച്ചറിൽ വളരെ കോസ്റ്റ്ലി ആവാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അദ്ദേഹത്തിന് നമ്മൾ ഒരുപാട് സാലറി കൊടുത്ത്, ഒരുപാട് വേജ് കൊടുത്ത്, ഒരുപാട് മറ്റു മോണിറ്ററി ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ മോണിറ്ററി ആയിട്ടുള്ള ബെനിഫിറ്റുകളെല്ലാം നൽകി നമ്മൾ അദ്ദേഹത്തെ കൊണ്ടുവരിക എന്നുള്ളത് അത് കോസ്റ്റ്ലി ആവാനുള്ള സാധ്യതയുണ്ട്. ഇഫ് വി ഡു നോട്ട് ഹാവ് റൈറ്റ് വർക്കേഴ്സ് ഓൺ ദ റൈറ്റ് ജോബ് ദ എഫിഷ്യൻസി ഓഫ് ദ ഓർഗനൈസേഷൻ വിൽ ബി റെഡ്യൂസ്ഡ് അല്ലേ. അതായത് കറക്റ്റ് സ്ഥലത്ത് കറക്റ്റ് ആയിട്ടുള്ള വർക്കേഴ്സ് ഇല്ല എങ്കിൽ, റൈറ്റ് ജോബ് ചെയ്യാൻ റൈറ്റ് ആയിട്ടുള്ള വർക്കേഴ്സ് ഇല്ല എങ്കിൽ അത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി റെഡ്യൂസ് ചെയ്യാനുള്ള കാരണമായിട്ട് വരും. ദെർഫോർ എവരി ഓർഗനൈസേഷൻ ഷുഡ് ഫോളോ എ സയൻറ്റിഫിക് സിസ്റ്റം ഓഫ് സെലക്ഷൻ. അതുകൊണ്ട് തന്നെ എല്ലാ ഓർഗനൈസേഷൻസും എന്ത് ചെയ്യേണ്ടതുണ്ട്,
ഒരു സയൻറ്റിഫിക് സിസ്റ്റം സെലക്ഷന് വേണ്ടിയിട്ട് ഒരു സയൻറ്റിഫിക് സിസ്റ്റം ഫോളോ ചെയ്യണമെന്നുള്ളതാണ് രണ്ടാമത്തെ പ്രിൻസിപ്പിളിലൂടെ FW ടൈലർ പറയുന്നത്. ദി സെലക്ടഡ് വർക്കേഴ്സ് ആർ ടു ബി ട്രെയിൻഡ് ടു അവോയ്ഡ് റോങ് മെത്തേഡ്സ് ഓഫ് വർക്ക് മാനേജ്മെൻറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി സയൻറ്റിഫിക് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. നമ്മൾ സയൻറ്റിഫിക്കലി സെലക്ട് ചെയ്താൽ മാത്രം പോരാ, അവർക്ക് എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്ങുകൾ കൂടെ നൽകിയിരിക്കണം. എന്തിനു വേണ്ടിയിട്ട്? അവർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അവർ റോങ് മെത്തേഡ്സുകൾ, തെറ്റായിട്ടുള്ള രീതികളൊക്കെ അപ്ലൈ ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പ്രോപ്പറായിട്ടുള്ള സയൻറ്റിഫിക്കലായിട്ടുള്ള ട്രെയിനിങ്ങുകൾ കൂടെ നൽകിയിരിക്കണം, സയൻറ്റിഫിക് എഡ്യൂക്കേഷനും കൂടെ നൽകിയിരിക്കണം എന്നുള്ളതാണ് മറ്റൊരു പ്രിൻസിപ്പിളായിട്ട് പറയുന്നത്. ദ മാനേജ്മെൻറ്റ് ഹാസ് ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് വർക്കേഴ്സ് ഹാവിംഗ് ബെറ്റർ കേപ്പബിലിറ്റീസ്. അതുപോലെ തന്നെ എംപ്ലോയീസിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി നൽകണം, അവരുടെ കേപ്പബിലിറ്റീസ് എല്ലാം പിന്നെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന്, അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതിന് ആവശ്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും നൽകിയിരിക്കണം എന്നുള്ളതാണ് ഇതിലൂടെ പറയുന്നത്. ഓക്കെ, രണ്ടാമത് പറഞ്ഞത് എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് സയൻറ്റിഫിക്കലി സെലക്ട് ചെയ്യണം, അവർക്ക് സയൻറ്റിഫിക് എഡ്യൂക്കേഷൻ നൽകിയിരിക്കണം, അതുപോലെ തന്നെ ട്രെയിനിങ്ങും നൽകിയിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ പറയുന്നത്. ദെൻ മൂന്നാമതായിട്ട് പറയുന്ന കോപ്പറേഷൻ ബിറ്റ്വീൻ ലേബർ ആൻഡ് മാനേജ്മെൻറ്റ്. ദർ ഷുഡ് ബി കോപ്പറേഷൻ ബിറ്റ്വീൻ ദ വർക്കേഴ്സ് ആൻഡ് ദ മാനേജ്മെൻറ്റ്. ദിസ് റിക്വയർസ് ചേഞ്ച് ഓഫ് മെൻ്റൽ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ വർക്കേഴ്സ് ആൻഡ് ദി മാനേജ്മെൻറ്റ് ടുവാർഡ്സ് ഈച്ച് അതർ. അപ്പോൾ മാനേജ്മെൻറ്റും വർക്കേഴ്സും തമ്മിൽ നല്ലൊരു കോപ്പറേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് മൂന്നാമതായിട്ട് പറയുന്നത്. നല്ലൊരു സഹകരണ മനോഭാവത്തോടു കൂടിയിട്ടായിരിക്കണം എംപ്ലോയീസും മാനേജ്മെൻറ്റും ഡീൽ ചെയ്യേണ്ടത്. അവരുടെ മെൻ്റൽ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്തിരിക്കണം, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു മെൻ്റൽ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്തിരിക്കണം. അങ്ങനെ ചേഞ്ച് ആയാൽ മാത്രമാണ് അവരെന്ത് ചെയ്യുള്ളൂ, ആ ഒരു കോപ്പറേഷൻ ഉണ്ടാവുകയുള്ളൂ. ടൈലർ കോൾഡ് ഇറ്റ് മെൻ്റൽ റവല്യൂഷൻ. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു മെൻ്റൽ ആറ്റിറ്റ്യൂഡ് ചേഞ്ചിങ്ങിനെയാണ് ടൈലർ എന്ത് ചെയ്തിട്ടുള്ള മെൻ്റൽ റവല്യൂഷൻ എന്നുള്ള പേരിൽ പറഞ്ഞിട്ടുള്ളത്. വെൻ ദിസ് മെൻ്റൽ റവല്യൂഷൻ ടേക്സ് പ്ലേസ്, വർക്കേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് ടേൺ ദെയർ അറ്റൻഷൻ ടുവാർഡ്സ് ഇൻക്രീസിംഗ് പ്രോഫിറ്റ്. ദേ ഡു നോട്ട് ക്വാറൽ അബൌട്ട് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ്. അപ്പോൾ ഇത്തരത്തിലൊരു മെൻ്റൽ റവല്യൂഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് എംപ്ലോയീസും ലേബേഴ്സും മാനേജ്മെൻറ്റും തമ്മിൽ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു കോപ്പറേഷനും പ്രോപ്പറായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ രണ്ട് ടീമിൻ്റെയും ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ അവരുടെ അറ്റൻഷൻ നമ്മുടെ ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് വരും എന്നുള്ളതാണ്. അത് നമ്മുടെ ഓർഗനൈസേഷനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ് പറയുന്നത്. സോ മൂന്നാമതായിട്ട് പറയുന്നത് എംപ്ലോയീസും മാനേജ്മെൻറ്റും തമ്മിൽ നല്ലൊരു കോപ്പറേഷനും ഉണ്ടാവണം എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഈക്വൽ ഡിവിഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി എന്നുള്ളതാണ്. ദർ മസ്റ്റ് ബി ഈക്വൽ ഡിവിഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി ബിറ്റ്വീൻ ദ മാനേജേഴ്സ് ആൻഡ് ദ വർക്കേഴ്സ്. ദ മാനേജ്മെൻറ്റ് ഷുഡ് അസ്യൂം റെസ്പോൺസിബിലിറ്റി ഫോർ ദ വർക്ക് ഫോർ വിച്ച് ഇറ്റ് ഈസ് ബെറ്റർ സ്യൂട്ടഡ്. ഫോർ ഇൻസ്റ്റൻസ്, മാനേജ്മെൻറ്റ് ഷുഡ് ഡിസൈഡ് ദ മെത്തേഡ് ഓഫ് വർക്ക്, വർക്കിംഗ് കണ്ടീഷൻ, ടൈം ഫോർ കംപ്ലീഷൻ ഓഫ് വർക്ക് എറ്റ്സെട്ര, ഇൻസ്റ്റെഡ് ഓഫ് ലീവിംഗ് ദീസ് ടു ദ ഡിസ്ക്രിഷൻ ഓഫ് വർക്കേഴ്സ്. അപ്പോൾ മറ്റൊരു പ്രിൻസിപ്പിളായിട്ട് പറയുന്നത് ഈക്വൽ ഡിവിഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി എന്നുള്ളതാണ്. അതായത് മാനേജേഴ്സിനും വർക്കേഴ്സിനും ഇടയിൽ നല്ല ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം, അത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കണം. അതായത് രണ്ട് ടീമിനും എന്തുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നുള്ളതാണ് ഇതിലൂടെ പറയുന്നത്. മാനേജ്മെൻറ്റിന് എന്തുണ്ട്, അവരുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ എംപ്ലോയീസിന് അവരുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഒരു ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ മാനേജ്മെൻ്റ് ആണ് എന്ത് ചെയ്യേണ്ടത്, മെത്തേഡ് ഓഫ് വർക്ക് ഡിസൈഡ് ചെയ്യേണ്ടത്. ഒരു ജോബ് എങ്ങനെ ചെയ്യണമെന്നുള്ളത് ഡിസൈഡ് ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്, മാനേജ്മെൻറ്റ് ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ നല്ല വർക്കിംഗ് കണ്ടീഷൻസ് പിന്നെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് മാനേജ്മെൻറ്റ് ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ കറക്റ്റ് ടൈമിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത്, ആ ടൈം നൽകുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്, അത് പിന്നെ മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റിയാണ്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാനേജ്മെൻ്റ് ആണ് തീരുമാനിക്കേണ്ടത്, ഒരിക്കലും എംപ്ലോയീസിൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ല. അതേപോലെ തന്നെ ദ മാനേജ്മെൻറ്റ് ഷുഡ് ബി റെസ്പോൺസിബിൾ ഫോർ പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ് ദ വർക്ക്, വെർ ആസ് ദ വർക്കേഴ്സ് ഷുഡ് ബി റെസ്പോൺസിബിൾ ഫോർ ദ എക്സിക്യൂഷൻ ഓഫ് വർക്ക് ആസ് പെർ ഇൻസ്ട്രക്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം അവർക്ക് നൽകിയിട്ടുള്ള ആ പ്ലാനുകൾ അതെന്ത് ചെയ്യണം, അവർ എക്സിക്യൂട്ട് ചെയ്യണം, ആ വർക്ക് അവർ ചെയ്തിരിക്കണം എന്നുള്ളത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, അത് വർക്കേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ മാനേജേഴ്സിനും അതുപോലെ തന്നെ ലേബേഴ്സിനും വർക്കേഴ്സിനും എന്തുണ്ട്, ഒരു ഈക്വലായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഓരോരുത്തർക്കും ഓരോ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ആ റെസ്പോൺസിബിലിറ്റി അവർ നിറവേറ്റിയിരിക്കണം എന്നുള്ളതാണ് ഒരു പ്രിൻസിപ്പിളായിട്ട് പറയുന്നത്. ദെൻ മറ്റൊന്ന് പറയുന്നത് മെൻ്റൽ റവല്യൂഷനാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അതായത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്യുന്ന ഒരു പോയിൻറ്റും കൂടിയാണ് മെൻ്റൽ റവല്യൂഷൻ
റവല്യൂഷൻ എന്നുള്ളത് അതായത് മാനേജ്മെൻറ്റും അതുപോലെ തന്നെ എംപ്ലോയീസും തമ്മിൽ നല്ല ഒരു റിലേഷൻ ഉണ്ടായിരിക്കണം, നല്ലൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. അത്തരത്തിൽ രണ്ട് ടീമും എന്ത് ചെയ്യേണ്ടതുണ്ട്, അവരുടെ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ മെൻ്റൽ റവല്യൂഷനിലൂടെ പറയുന്നത്. സോ ദിസ് ബേസിക് ഐഡിയ ബിഹൈൻഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഈസ് ടു ചേഞ്ച് ദ മെൻ്റൽ ആറ്റിറ്റ്യൂഡ്സ് ഓഫ് ദ വർക്കേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് ടുവാർഡ്സ് ഈച്ച് അതർ. ടൈലർ കോൾഡ് ഇറ്റ്സ് മെൻ്റൽ റവല്യൂഷൻ. ഓക്കെ, സോ അത്തരത്തിലൊരു പ്രോപ്പറായിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പ്, നല്ലൊരു ആറ്റിറ്റ്യൂഡ് ആരും തമ്മിലുണ്ടായിരിക്കണം, വർക്കേഴ്സും മാനേജ്മെൻറ്റും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു റിലേഷൻഷിപ്പ്, നല്ലൊരു കോപ്പറേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് മറ്റൊരു പ്രിൻസിപ്പിളായിട്ട് പറയുന്നത്. Then മറ്റൊന്ന് പറയുന്നത് മാക്സിമം ഔട്ട്പുട്ട് നോട്ട് റെസ്ട്രിക്റ്റഡ് ഔട്ട്പുട്ട്. ദ മാനേജ്മെൻറ്റ് ആൻഡ് ദ വർക്കേഴ്സ് ഷുഡ് ട്രൈ ടു അച്ചീവ് മാക്സിമം ഔട്ട്പുട്ട് ഇൻ പ്ലേസ് ഓഫ് റെസ്ട്രിക്റ്റഡ് ഔട്ട്പുട്ട്. ദിസ് വിൽ ബി ബെനഫിഷ്യൽ ടു ബോത്ത് ദ പാർട്ടീസ്. മാക്സിമം ഔട്ട്പുട്ട് വിൽ ആൾസോ ബി ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ദി സൊസൈറ്റി. അപ്പോൾ മറ്റൊരു പ്രിൻസിപ്പിളായിട്ട് പറയുന്നത് നമ്മൾ എപ്പോഴും നൽകേണ്ടത് മാക്സിമം ഔട്ട്പുട്ട് ആയിരിക്കണം. മാനേജ്മെൻറ്റ് അതുപോലെ തന്നെ വർക്കേഴ്സും ട്രൈ ചെയ്യേണ്ടത് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം, അവരുടെ മാക്സിമം ഔട്ട്പുട്ട്, അവർക്ക് എത്രത്തോളം കപ്പാസിറ്റി ഉണ്ടോ, എത്രത്തോളം കേപ്പബിലിറ്റീസും സ്കിൽസും അവർക്കുണ്ടോ അതെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ട് മാക്സിമം ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം എംപ്ലോയീസും മാനേജ്മെൻറ്റും വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ഇൻസ്റ്റഡ് ഓഫ് എന്തിനു പകരമായിട്ട്, റെസ്ട്രിക്റ്റഡ് ഔട്ട്പുട്ടിന് പകരമായിട്ട്, അതായത് ഒരു ടാർഗറ്റ് വെച്ചിട്ട് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് മാക്സിമം ഔട്ട്പുട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിലൂടെ പറയുന്നത്. അത് രണ്ട് പാർട്ടീസിനും എന്താണ്, ബെനിഫിഷ്യലാണ്. മാനേജ്മെൻറ്റിനാണെങ്കിലും എംപ്ലോയീസിനാണെന്നുണ്ടെങ്കിലും അത് ബെനിഫിഷ്യൽ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. സോ മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ രണ്ട് ടീമും എന്ത് ചെയ്യേണ്ടതുണ്ട്, മാക്സിമം അവർ ട്രൈ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. സോ ഇത്രയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് ആയിട്ട് പറയുന്നത്. ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിൽ പ്രിൻസിപ്പിൾസ് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. പല ടെക്സ്റ്റ് ബുക്കുകളിലും അത് പല രീതിയിൽ പല സെൻറ്റൻസുകളായിട്ടൊക്കെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. സോ അത്തരത്തിലുള്ളൊരു എക്സ്പ്ലനേഷനാണ് ഞാനിവിടെ നൽകിയിട്ടുള്ളത്. സോ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ആണ്. അതിൽ നമ്മൾ പറഞ്ഞത് മാക്സിമം ഔട്ട്പുട്ട് നോട്ട് റെസ്ട്രിക്റ്റഡ് ഔട്ട്പുട്ട്, മെൻ്റൽ റവല്യൂഷൻ, ഈക്വൽ ഡിവിഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി, കോപ്പറേഷൻ ബിറ്റ്വീൻ ലേബർ ആൻഡ് മാനേജ്മെൻറ്റ്, സയൻറ്റിഫിക് സെലക്ഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് വർക്കേഴ്സ്, റീപ്ലേസ്മെൻറ്റ് ഓഫ് ഓൾഡ് റൂൾ ഓഫ് തമ്പ് മെത്തേഡ്സ്. അപ്പോൾ ഇത്രയും പ്രിൻസിപ്പിൾസ് ആണ് പ്രധാനമായിട്ടും വരുന്നത്. സോ ഇത്രയാണ് ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.